ഇന്ന് നമ്മളെ സിമ്പിൾ ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കണ ഒരു കേക്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കാണ്. അപ്പോൾ ഈ കേക്ക് നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് മുട്ട ചേർക്കാണ്ടാണ് കേക്ക് റെഡിയാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബട്ടർ ആവശ്യമില്ല, സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് കേക്ക് റെഡിയാക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ റവ കേക്കായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് റവയും ചേർക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് മൈദയും കൂടി ചേർക്കുന്നുണ്ട്. എന്നാലായിരിക്കും കേക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരാം. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എല്ലാവരും കറക്റ്റ് അളവിൽ എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് തേങ്ങയില്ലാത്ത ചട്നിയും പിന്നെ ഉഴുന്ന് ചേർക്കാത്ത ദോശയുടെയും റെസിപ്പി. അത് രണ്ടും കൂടിയിട്ട് ഒറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റ സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ കേക്ക് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ നമ്മൾ കേക്കിൻ്റെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണേ. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത കട്ട തൈരാട്ടോ. അപ്പോൾ നല്ല പുളിയുള്ള തൈര് ചേർക്കരുത്. ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് ഓയിൽ. ഇത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. 1/2 കപ്പ് ഓയിൽ. ഇനി 1/2 കപ്പ് പാല്. അപ്പോൾ നമ്മൾ ഓയിലും പിന്നെ തൈരും പാലും എല്ലാവരും 1/2 കപ്പാണ് ചേർത്തേക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ്. അപ്പോൾ 125 ml. ഇത് മൂന്നും കൂടിയിട്ട് ഫസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആവണം. നല്ല ക്രീം പോലെ ആവണം. നല്ല ക്രീം പോലെ ആവട്ടെ. ഇത് ബ്ലെൻഡർ വെച്ചിട്ട് നിങ്ങൾ മിക്സ് ചെയ്യണ്ട കേട്ടോ. ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ പാലെടുക്കുമ്പോൾ തിളപ്പിച്ച പാലായിരുന്നാലും കുഴപ്പമില്ല, തിളപ്പിക്കാത്ത പാലായിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ഒന്നും ചൂടോട് കൂടിയിട്ട് ചേർക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സായിട്ട് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നല്ല ക്രീം പോലെ ആവണം. ഇനി ഇതിലേക്ക് 1.25 കപ്പ് 250 ml മെഷറിംഗ് കപ്പിലാണ് എടുക്കുന്നത്. 1.25 കപ്പ് റവ ചേർക്കണം. വറുക്കാത്ത റവ കേട്ടോ ചേർക്കണത്. അപ്പോൾ ഫസ്റ്റ് 1 കപ്പ് ചേർക്കുക. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1 കപ്പ് ചേർത്തു. ഇനി 1/4 കപ്പും കൂടി ചേർക്കാം. വറുത്ത റവ ചേർക്കരുത് കേട്ടോ, വറുക്കാത്ത റവ തന്നെ ചേർക്കണം. 1.25 കപ്പ് റവ ചേർത്തിട്ടുണ്ട്. നമ്മുടെ റവ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഓയിലും ചേർത്തു, തൈരും ചേർത്തു, പാലും ചേർത്തു, റവയും ചേർത്തു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുക. ടേബിൾ സ്പൂണിലാട്ടാ ചേർക്കണത്. പാൽപ്പൊടി കൂടിയിട്ട് ചേർക്കാം. അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഓരോന്ന് ചേർത്ത് കഴിയുമ്പോഴും നിങ്ങളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഒറ്റയടിക്ക് ചേർക്കരുത്. അങ്ങനെ ഓരോന്നും നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ നമ്മുടെ പാൽപ്പൊടിയും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കുക. അത് പൊടിച്ചെടുത്തേക്കണ പഞ്ചസാര കേട്ടോ ചേർത്തേക്കുന്നത്. ഈ പഞ്ചസാരയാണ് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബാറ്റർ ഒന്നും കൂടി നല്ല ലൂസായിട്ട് വരും. പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർക്കണം. പിന്നെ പഞ്ചസാര കറക്റ്റ് അളവിൽ ചേർക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ ലാസ്റ്റ് ആയി കഴിയുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് വരും. പിന്നെ നമ്മുടെ കേക്കിനായിരുന്നാലും നല്ല മധുരം വേണമല്ലോ, അപ്പോൾ 1 കപ്പ് തന്നെ ചേർക്കണം. അത് പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർക്കാം. അതാണ് പഞ്ചസാര ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. 1/2 കപ്പ് മൈദപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കുക. ഇത് രണ്ടും ചേർക്കേണ്ടത്, ഇത് രണ്ടും ചേർക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്തിട്ടുണ്ടല്ലോ. തൈര് ചേർക്കുമ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് എന്തായിരുന്നാലും ചേർക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഈ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയൊക്കെ നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഡേറ്റ് നോക്കണം കേട്ടോ. ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറാണ് നമ്മുടെ കേക്കിനെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല കേട്ടോ. പിന്നെ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴായിരുന്നാലും ലൂസായിട്ടുള്ളത് വാങ്ങാണ്ടിരിക്കുക. അതിന് ചിലപ്പോൾ അത്രയ്ക്കാണ്ട് ക്വാളിറ്റി ഉണ്ടാവില്ല. ഈ 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന്
അരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയും എല്ലാം കൂടിയിട്ടാണ്ട് മിക്സ് ആവും. ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ബാറ്റർ ഭയങ്കര ലൂസായിട്ടിരിക്കില്ല, കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുക. അത് നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരും കറക്റ്റ് അളവിൽ എടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ബാറ്റർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ലൂസാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ബാറ്റർ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട്. അപ്പോൾ എല്ലാവരും 250 ml മെഷറിംഗ് കപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാവരും കറക്റ്റ് അളവിൽ ചേർക്കണം, അല്ലെങ്കിൽ ശരിയായിട്ട് വരില്ല. ഇതെല്ലാവരും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയും കൂട്ടിയിട്ട് ചേർക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, എൻ്റെ അടുത്ത് കുറച്ച് ചെറി ഉണ്ട്. ഞാൻ കടയിൽ പോയിട്ട് ടൂട്ടി ഫ്രൂട്ടി കിട്ടിയില്ല. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, കുറച്ച് പിസ്താഷ്യോ അത് നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓക്കെ. ഇനി ഇത് നമ്മൾ കേക്കിൻ്റെ മിക്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. ഈ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഇളക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാന്ന് പറയില്ല, അതേപോലെ അങ്ങനെ ഇളക്കിയാൽ മതി. ഇപ്പം നമ്മുടെ റവ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. പാൽപ്പൊടി എന്തായിരുന്നാലും ചേർക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിക്കട്ടെ. കേക്ക് ടിന്ന് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ എന്ത് പാത്രത്തിൽ നമ്മൾ ഒഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൽ ഈ ബാറ്റർ ഒരു 3/4 ഭാഗം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ കേക്ക് റെഡി ആയിട്ട് വരുമ്പോൾ അതിങ്ങനെ കുറച്ചുകൂടി നല്ല തിക്കായിട്ട് ഇരിക്കുള്ളൂല്ലോ, അല്ലെങ്കിൽ കേക്ക് ഭയങ്കര ഫ്ലാറ്റായിട്ട് ഇരിക്കുമല്ലോ. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇത് എത്ര ഇഞ്ചിൻ്റെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം ഇതുമ്പോൾ ഒരു ഇഞ്ചിൻ്റെ ഒന്നും എഴുതിയിട്ടില്ല അത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻ പേപ്പർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലും സൈഡിലൊക്കെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആയിരുന്നാലും കുഴപ്പമില്ല. ഇത് ഈ പാത്രത്തിൻ്റെ ഉള്ളിലും സൈഡിലൊക്കെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് തൂത്ത് കൊടുക്കണം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ അങ്ങനെ നിൽക്കരുത് കേട്ടോ. ഓയിൽ കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാം. ഈ പാത്രത്തിൽ നമ്മൾ നന്നായിട്ട് ഓയിൽ തൂത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. ഈ സൈഡിലൊക്കെ ഒന്ന് ആവണം കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഇടുക, ഇങ്ങനെ കുറച്ച് പൊടി ഇടുക. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ എല്ലായിടത്തേക്കും, അല്ലെങ്കിൽ സമയം അങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് ഓയിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഈ മൈദപ്പൊടി ഒരു സ്ഥലത്ത് തന്നെ ഒട്ടിപ്പോകും. ഈ പാത്രത്തിൻ്റെ എല്ലായിടത്തും ആയിട്ടുണ്ട്. കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടഞ്ഞ് കളയണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ എടുക്കണ പാത്രത്തിൽ ഒരു 3/4 ഭാഗം വേണം ബാറ്റർ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കട്ടെ. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്ക് ഒന്ന് ലെവലാവുകയും ചെയ്യും. ഇതിനകത്ത് എയർ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും. എയർ എപ്പോഴും നന്നായിട്ട് ഇതേപോലെ നമ്മൾ ടാപ്പ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ എന്താ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊള്ളയായിട്ട് വരും, ഭയങ്കര ഹോള് പോലെ ഇങ്ങനെ വരും. അത് പ്രത്യേകിച്ച് നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് അത് നമ്മൾ മാവ് ഈസ്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ കുഴച്ചിട്ട് വെക്കില്ല. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി കുഴക്കില്ലേ, അങ്ങനെ കുഴക്കുന്ന സമയത്ത് നന്നായിട്ട് തട്ടി കുഴക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എയറൊക്കെ പുറത്തേക്ക് പോകണം. അല്ലെങ്കിൽ നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ ഉള്ളിൽ വലിയ ഹോളൊക്കെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് ടാപ്പ് ചെയ്ത്
എയറൊക്കെ പോയിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ആയിരുന്നാലും നല്ല കറക്റ്റ് ലെവലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട് മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ കേക്ക് നമ്മൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ട് കേക്കിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യണില്ലേ, ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണതിന് മുമ്പ്. അതിൻ്റെ കൂടെ ഇട്ടിട്ട് ബാറ്ററിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നതല്ല കേട്ടോ, ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്ത സമയത്ത് ചെയ്യണ്ട കേട്ടോ. കാരണം ചിലപ്പോൾ കേക്ക് നന്നായിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊന്തി വരുമ്പോൾ ചിലപ്പോൾ ആ മുകളിൽ നമ്മൾ വെച്ചത് ചിലപ്പോൾ അത് ഉള്ളിലേക്ക് പോയിട്ട് അത്രയ്ക്ക് ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ടാവുമല്ലോ, ഒന്ന് പതുക്കെ ഒന്ന് റൈസ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ വെച്ചാൽ മതി കേട്ടോ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ കേക്ക് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഇരുമ്പിൻ്റെ ചീൻചട്ടി ഉണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണല്ലോ കേക്ക് ബേക്ക് ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇരുമ്പിൻ്റെ ചീൻചട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അതിനകത്ത് നന്നായിട്ട് ചൂട് നിൽക്കുകയും ചെയ്യും. ഒരു കുറച്ച് തീ ഒന്ന് കൂട്ടി വെച്ചാലും കേക്ക് ഒട്ടും കരിഞ്ഞൊന്നും പോവില്ല. പിന്നെ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നല്ലെങ്കിൽ നിങ്ങൾ കുക്കറിൽ വെച്ചിട്ട് സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇരുമ്പിൻ്റെ ചീൻചട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചീൻചട്ടി നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ചീൻചട്ടി ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. അല്ലെങ്കിൽ കുക്കറിൽ സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യണ പോലെ ഇങ്ങനെ തന്നെ കുക്കർ ഫസ്റ്റ് നന്നായിട്ട് ചൂടാക്കുക. കുക്കറിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല, ഉപ്പിട്ടില്ലെങ്കിലും കേക്ക് നന്നായിട്ട് വരും. ഉള്ളിലൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഞാൻ ഇരുമ്പിൻ്റെ ചീൻചട്ടി കേട്ടോ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ എൻ്റെ അപ്പോൾ ഇത് കുറച്ച് വലിയ ബർണറാണ്. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരു പൊടിക്കൊന്ന് കുറച്ച് വയ്ക്കും. സാധാരണ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചീൻചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു തട്ടും വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ തട്ട് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം കമത്തി വെച്ചാലും മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ, ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് വെക്കുമ്പോൾ കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി മൂടി വയ്ക്കുകയാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതാ നോക്കിയേ, നമ്മുടെ കേക്ക് ഇപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് നല്ലൊരു കളർ വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളർ പോലെ വന്നിട്ടുണ്ട്. ഇവിടേക്ക് വെന്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ സെൻറ്ററിൽ ഒന്നുകൂടി ഒന്ന് വേവാനുണ്ട്. ഇവിടെ വേറെ സോഫ്റ്റ് ആയിട്ടിരിക്കണം, ഒന്നുകൂടി വേവണം. അങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒരു നല്ലൊരു ഗോൾഡൻ കളറൊക്കെ വന്ന് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ വേവാൻ വേണ്ടിയിട്ടുള്ള ആ സമയമുണ്ടല്ലോ, അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം ആ ഫ്ലെയിമിൽ നിന്ന് ആ തീയിൽ നിന്ന് ഒന്നും കൂടി ഒന്ന് കുറച്ചിട്ട് വെച്ചോ. അപ്പോൾ അത് നന്നായിട്ട് മൊരിഞ്ഞ് വരും കേക്ക്. ഞാൻ നോക്കിയേ, ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ മുകളിലേക്ക് കണ്ട നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഈ കേക്ക് ഞാൻ ഇതിൽ നിന്നെടുത്ത് മാറ്റാണ്. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. അടിഭാഗമായിരുന്നാലും ഒട്ടും കരിഞ്ഞിട്ടില്ല, നല്ലൊരു കളറിലിരിക്കുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റാട്ടോ. ശരിക്കും ഓവനേക്കാളും നന്നായിട്ട് കിട്ടും നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ കേക്കാന്ന് വെച്ചാൽ നന്നായിട്ട് മുരിഞ്ഞും വന്നിട്ടുണ്ട്. ഇതാ നോക്കട്ടെ, ശരിക്കും നല്ല മുരിഞ്ഞ കേക്കത്. ഇത് ഇപ്പോൾ ചെറുതായിട്ട് ഒരു ഇളം ചൂടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് മാത്രം കട്ട് ചെയ്താൽ മതി. അപ്പോഴായിരിക്കും ഇതാ നോക്കിയേ കേൾക്കേണ്ട ഉള്ളിലൊക്കെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ റെഡി ആക്കി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കേക്ക് റെഡി ആയി കഴിയുമ്പോൾ ചിലർ പറയണ ഒരു പരാതിയാണ്, കേക്ക് ശരിക്കും വെന്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു തരിതരിപ്പ് പോലെ വരില്ലേ, അങ്ങനെ വരണം. അങ്ങനെ വരാണ്ട് നമ്മൾ ഈ മാവ് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. അങ്ങനെ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ശരിക്കും വേവാത്തുകൊണ്ട് കേട്ടോ അങ്ങനെ വരുന്നത്. ശരിക്കും കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നോക്കി ഇതേപോലെ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ തരിതരിപ്പ് പോലെ വരും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.